പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അതിന് തൊട്ടു മുന്നോടിയായി എൻ്റെ ഗ്രാമമായ അഷ്ടമംഗലം കൂടി ഞാനൊന്ന് കടന്നു പോവുകയാണ്. പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ തന്നെ ഏറ്റവും പഴയ വാർഡുകളിലൊന്നാണ് അഷ്ടമംഗലം. അതുതന്നെ ആ അഷ്ടമംഗലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെൽത്ത് സെൻറ്റർ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അതറിയപ്പെട്ടത് ഹെൽത്ത് സെൻറ്റർ വാർഡ് എന്നുകൂടിയാണ്. അപ്പോൾ ആ ഹെൽത്ത് സെൻറ്ററിനെ വളരെ പുരാതനമായ പുനലൂർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് തുടങ്ങിയ കാലം മുതൽ ഉണ്ടായിരുന്ന ആ ഹെൽത്ത് സെൻറ്ററിനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു മികച്ച ആതുരാലയമാക്കി മാറ്റുന്നതിനുള്ള യാതൊരു നടപടികളും അവിടെ ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന ചെയർമാനോ അതുപോലെ തന്നെ വൈസ് ചെയർമാനോ കൗൺസിലർമാരോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു ആതുരാലയം മണിയാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ അഷ്ടമംഗലം ഹെൽത്ത് സെൻറ്ററിലെ ആ കെട്ടിടം നവീകരിച്ചിരുന്നുവെങ്കിൽ, അത് മികച്ച രീതിയിൽ പുതുക്കി പണിതിരുന്നു എങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ വാടക ഒഴിവാക്കി ആതുരാലയം അവിടേക്ക് മാറ്റാമായിരുന്നു. മാത്രമല്ല പല വാർഡുകളിൽ നിന്നും പല പഞ്ചായത്തുകളിൽ നിന്നുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണ് അഷ്ടമംഗലം. അപ്പോൾ ആ സാധ്യതകളും പരിശോധിക്കാമായിരുന്നു മുനിസിപ്പാലിറ്റിക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള ജനപ്രതിനിധികൾക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമുള്ള സ്ഥലവുമായിരുന്നു. ഇപ്പോഴും നേരത്തെയും ഉണ്ടായിരുന്ന കൗൺസിലർമാർ ഒന്നും തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളത് സുവ്യക്തമാണ്. അവിടെ ഇതിനോടൊപ്പം ഒരു ICDP സബ് സെൻറ്റർ, അത് നവീകരിക്കുന്നതിനോ ഒരു മൃഗ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാനോ നടപടികളുണ്ടായില്ല. അവിടെ അങ്ങനെ ഒരു മൃഗ ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നുവെങ്കിൽ അവിടെയുള്ള ഒരുപാട് ക്ഷീരകർഷകരുള്ള പ്രദേശം കൂടിയാണത്, സമീപ പഞ്ചായത്തുകൾ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെയുള്ള ക്ഷീര കർഷകർക്ക് ഒരാശ്വാസമാകാൻ കഴിയുമായിരുന്നു ആ ICDP സബ് സെൻറ്റർ. അതും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു നടപടികളും അധികാരികൾ സ്വീകരിച്ചില്ല. മാത്രവുമല്ല, അതിന് പിന്നീട് ആരും കയറാത്ത ഒരു സ്ഥലത്ത് ഒരു ആഗ്രോ സെൻറ്റർ പണിതിരുന്നു പഴയ കാലത്ത്. നേരത്തെ അവിടേക്ക് റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അവിടേക്ക് റോഡുകളുണ്ട്, മികച്ച ഗതാഗത സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആ ആഗ്രോ സെൻറ്റർ ഇരവി മൂപ്പൻ്റെ മകൻ, എനിക്ക് തോന്നുന്നു ഇരവി മൂപ്പൻ്റെ മകൻ ശ്രീ പൊടിയനാണ് അത് മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തത് ആഗ്രോ സെൻറ്റർ പണിയുന്നതിന് വേണ്ടി. അത് ആദ്യ കാലഘട്ടത്തിൽ അവിടെ ചെറിയ ചെറിയ മെഷീനുകളൊക്കെ കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് അത് പൂട്ടിപ്പോവുകയായിരുന്നു. അത് കേടായതിനു ശേഷം അത് നവീകരിക്കുന്നതിനുള്ള ഒരു നടപടികളും സ്വീകരിച്ചില്ല. അത് അഗ്രികൾച്ചർ വകുപ്പിൻ്റെ ഒരു പിടിപ്പുകേട് കൂടി ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഇപ്പോൾ ആഗ്രോ സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാമായിരുന്നു. മികച്ച രീതിയിൽ പണിതെടുത്താൽ അവിടെയുള്ള ജനങ്ങൾക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സെൻ്ററാക്കി ഇതിനെ മാറ്റാമായിരുന്നു. ഒരുപക്ഷെ പബ്ലിക് ലൈബ്രറി അവിടേക്ക് മാറ്റാമായിരുന്നു. ജനങ്ങളുടെ കൂടുതൽ വരവും പോക്കുമൊക്കെ സൃഷ്ടിച്ചെടുത്തതിന് ശേഷം അവിടെ ഒരു നല്ല സെൻറ്ററാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. അവിടെ കുറച്ച് ഇടുങ്ങിയ പ്രദേശമാണ്, അവിടെ ഒരു നല്ല സെൻറ്ററാക്കി മാറ്റാൻ ആ ഒരു സ്ഥാപനം കൊണ്ട് കഴിയുമായിരുന്നു. അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഇപ്പോഴും ഒരു ഓണം കേറാമൂലയിൽ ആ സ്ഥാപനം കാടും പടലും മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിതാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ മാറി മാറി വന്ന ചെയർമാനും വൈസ് ചെയർമാന്മാരും കൗൺസിലർമാരും ഒക്കെ ഒന്നുകിൽ MLA ഫണ്ടോ MP ഫണ്ടോ ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ നവീകരണം നടത്താമായിരുന്നു. അതിനുള്ള സാധ്യതകൾ പരിശോധിക്കാമായിരുന്നു. CPIയുടെയും കോൺഗ്രസിൻ്റെയും കൗൺസിലർമാർ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം MP ഉണ്ട്, CPIയെ സംബന്ധിച്ചിടത്തോളം MLA ഉണ്ട്. ഇവരുടെയൊക്കെ ഫണ്ടുകൾ ഉപയോഗിച്ച് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നു. ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും എൻ്റെ പ്രദേശത്ത് അത്യന്താപേക്ഷിതമെന്ന് ഞാൻ പറയുന്നത് അവിടുത്തെ കുടിവെള്ള പ്രശ്നമാണ്. നേരത്തെയൊക്കെ എൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ പൈപ്പിലെങ്കിലും വെള്ളം വരുമായിരുന്നു. ഇത്രയും ആധുനിക 10-35 വർഷം കൊണ്ട് ഇത്രയും അധികം പുരോഗമിച്ചിട്ടും ആധുനികത ഒരുപാടുണ്ടായിട്ടും ഒരുപാട് ആധുനിക മാർഗങ്ങളുണ്ടായിട്ടും ഇപ്പോഴും അവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല എന്നുള്ളത് എന്ത് ഗതികേടാണ്! എവിടേക്കാണ് നമ്മളുടെ വികസനം പോകുന്നത്? എന്താണ് നിങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? അപ്പോൾ അവിടെ കുടിവെള്ളത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ആൾക്കാരൊക്കെ കുഴൽക്കിണറുകൾ കുഴിക്കുകയാണ്.
അപ്പോൾ ഇത് ഗ്രൗണ്ട് വാട്ടർ ഒക്കെ ബാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുടിവെള്ളത്തിലുള്ള കെമിക്കലുകളും മറ്റും അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായ ബാധിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ കരവാളൂർ പഞ്ചായത്തുമായി സഹകരിച്ച് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് ലൈൻ വെറും 50 മീറ്റർ കുഴിച്ച് ആ പൈപ്പ് ലൈൻ കണക്ട് ചെയ്തിരുന്നുവെങ്കിൽ 3 വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിയുമായി. ഒരിക്കലിൽ നിന്നൊരു 50 മീറ്റർ മാത്രം ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു 50 മീറ്റർ കുഴിച്ച് ഈ ഒരു പൈപ്പ് ലൈൻ മുനിസിപ്പൽ പൈപ്പ് ലൈനുമായിട്ട് കൂട്ടിയോജിപ്പിച്ചിരുന്നു എങ്കിൽ പരവട്ടം, മണിയാർ, അഷ്ടമംഗലം, കേളൻകാവ് പ്രദേശങ്ങളിലുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷത്തെ കൗൺസിലറായ പരവട്ടം വാർഡിലെ കൗൺസിലറായ ശ്രീ വിപിൻ്റെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും അതിനെ എന്തോ ക്രെഡിറ്റ് അദ്ദേഹത്തിന് പോകും എന്നുള്ളത് കൊണ്ട് പാരവയ്ക്കാനാണ് ശ്രമിച്ചത്. ഫണ്ടില്ല എന്നുള്ള കാരണത്തിൽ ഒരു 10 ലക്ഷം രൂപ മുടക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നില്ല. ആ 10 ലക്ഷം രൂപ മുടക്കിയിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് രൂപ ലാഭിക്കാമായിരുന്നു കുടിവെള്ള പദ്ധതി ഈ 3 വാർഡുകളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്. അതിന് ശ്രമമുണ്ടായില്ല. പഞ്ചായത്ത് പോലും സമ്മതിച്ചിട്ട്, കരവാളൂർ പഞ്ചായത്ത് പോലും സമ്മതിച്ചിട്ടും പുനലൂർ മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കേവലം 10 ലക്ഷം രൂപ മുടക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ലായിരുന്നു പോലും. അപ്പോൾ ഇത്രയും ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സായിരുന്നു അതിനുള്ള സാധ്യതകൾ അവസാനിപ്പിച്ചു കളഞ്ഞു പുനലൂരിലെ രാഷ്ട്രീയ വൈരം. പിന്നെ ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള റോഡുകളാണ്. വളരെ പരിതാപകരമാണ് റോഡുകളുടെ അവസ്ഥ. പിന്നെ മുനിസിപ്പാലിറ്റിയിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണെങ്കിലും കുഴിച്ചിട്ട റോഡ് തന്നെ കോൺട്രാക്ടർ പണിയാത്തത് കൊണ്ട് കോൺഗ്രസ്സുകാരനായ കോൺട്രാക്ടറാണെന്ന് പറയുന്നു. അയാൾ പണിയാൻ വരാത്തതാണ്, കോൺഗ്രസ്സുകാർ പണിയിക്കാത്തതാണെന്ന് പറയുന്നു എതിർ പാർട്ടി. പക്ഷേ അയാൾ കോൺട്രാക്റ്റ് പിടിച്ചിട്ടും അത് ചെയ്യിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിരുന്നു. അയാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അതൊന്നും ചെയ്തില്ല. അപ്പോൾ ആ കുഴിച്ചിട്ട റോഡ് കുഴിയടയ്ക്കേണ്ടി വന്നു അവസാനം രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ. പിന്നെ ചിന്നംവെട്ടി കോങ്കലിലേക്കുള്ള റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. അതുവഴി 2 വീലറിലൊക്കെ ഒന്നും യാത്ര ചെയ്യാൻ കഴിയില്ല നമുക്ക്. 4 വീലറിലോ 2 വീലറിലോ ഒന്നും യാത്ര ചെയ്യാൻ കഴിയില്ല നമുക്ക്. പിന്നെ അഷ്ടമംഗലം ചുണ്ടോട് റോഡാണ്. അതിൻ്റെയും അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. അവിടെയും ഇതിനു വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല തന്നെ മുനിസിപ്പാലിറ്റി. പിന്നെ ഒരു സർക്കാർ പുനരധിവാസ കേന്ദ്രമുണ്ട് ചുണ്ടോടിന് സമീപത്ത്. ആ പുനരധിവാസ കേന്ദ്രത്തിൽ നിരവധി പേർ വൃക്കരോഗം മൂലം മരണപ്പെട്ടിരുന്നു. ചുണ്ടോട് ആ കോളനി ഭാഗത്ത് ഒരുപാട് പേർ വൃക്കരോഗം മൂലം മരണമടഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നുള്ളൊരു സർവേ പോലും നടത്തുവാൻ തയ്യാറായിട്ടില്ല അവിടെയുള്ള അധികാരികളും മുനിസിപ്പൽ അധികാരികളും. അതുപോലെ തന്നെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടുന്ന കൗൺസിലർമാരും എന്നുള്ളതും വളരെ ഖേദകരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ 7ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പ്രിയമുള്ള സുഹൃത്ത് കൃഷ്ണൻകുട്ടിയിൽ തുടങ്ങി ഇപ്പോഴും 10-15ഓളം പേർ വൃക്കരോഗത്തിന് കീഴടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും യാതൊരു നടപടികളും ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഞാൻ നേരത്തെ അതിനെ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ വളരെയധികം കലാകാരന്മാരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു എൻ്റെ പ്രിയമുള്ള നാട്. അവിടെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കമ്മ്യൂണിറ്റി സെൻ്ററുകളോ ഒരു കൾച്ചറൽ സെൻ്ററുകളോ ഒന്നും ആ പ്രദേശത്ത് തുടങ്ങാനും മുനിസിപ്പാലിറ്റി ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴും ദുരന്തമുഖത്തു കൂടിയാണ് ആ പ്രദേശം കടന്നു പോകുന്നത്. അപ്പോൾ പുനലൂർ വിദ്യാഭ്യാസപരമായും എൻ്റെ പ്രദേശം വളരെയധികം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു. ഇന്നത്തെ കാലത്ത് പോലും ഇതും അവിടെയുള്ള കുട്ടികൾക്കും അവിടെയുള്ള ഏറ്റവും പ്രധാനമായിട്ടും കൗൺസിലിംഗ് വേണ്ടത് അവിടുത്തെയുള്ള പേരൻസിനാണ്, അവിടെയുള്ള മാതാപിതാക്കൾക്കാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും അവർക്ക് വോട്ടുകൾ മാത്രം മതി. ജനങ്ങളുടെ വികസനം അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ജനങ്ങൾക്കും ഇതൊക്കെ മതി എന്നെനിക്ക് തോന്നുന്നു. 1-2 വീടുകളൊക്കെ കിട്ടിയാലോ, അല്ലെങ്കിൽ 1 ആടോ കോഴിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ, അല്ലെങ്കിൽ ഒരു കിറ്റൊക്കെ കിട്ടിയാലോ തങ്ങളുടെ ജീവിതം സുഭിക്ഷമായി എന്ന് കരുതുന്ന ഒരു കൂട്ടം ജനങ്ങളും എൻ്റെ പ്രദേശത്തിൻ്റെ ഒരു ശാപമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുപോരാ, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വളരെ കൂടുതൽ, അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ ഉണ്ടാക്കാൻ ഒരാളും ശ്രമിക്കുന്നില്ല.
കലാകാലഘട്ടങ്ങളിൽ ഇലക്ഷൻ പ്രമാണിച്ച് നടത്തുന്ന ചില ഫ്രീ ബീസ് മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അവരതിൽ സംതൃപ്തരായി ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നു. അതും ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. കാരണം അവർക്കൊക്കെ വിദ്യാഭ്യാസപരമായി ആ പ്രദേശം ഇപ്പോഴും അതിന് പുരോഗമിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി അവരുടെ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, സാമൂഹികപരമായ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇടപെടലുകൾ വരുന്ന കൗൺസിലറുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലറുടെ ഭാഗത്തു നിന്നും, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും, മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും, പുതിയ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. അതുപോലെ ഇനിയും പുനലൂർ മുനിസിപ്പാലിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് എത്തുന്നതാണ്. താങ്ക് യു.